12ാം ദിനമാണ്. രക്ഷാദൗത്യത്തിന്റെ നിർണായക ദൗത്യങ്ങളാണ് ഈ മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് 4 കേന്ദ്രീകരിച്ചുള്ള പരിശോധന. അത് ഈശ്വർ മൽപേ എന്ന വിദഗ്ധൻ, അദ്ദേഹം 100-ലേറെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തയാളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 4ാം ഘട്ട ഡൈവിങ്ങിലാണ് അദ്ദേഹമുള്ളത്. നേരത്തെ ചെറിയ അപകടമുണ്ടായിരുന്നു, അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു പോകുന്നു. പക്ഷേ നേവി അദ്ദേഹത്തെ തിരികെ എത്തിക്കുന്നു. അദ്ദേഹം പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. സ്വന്തം റിസ്കിലാണ് ഈ ഡൈവിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് അദ്ദേഹം നേരത്തെ 24-നോട് വ്യക്തമാക്കുകയും ചെയ്തു. അടിയൊഴുക്ക് വളരെ ശക്തമാണ്, 6.8 നോട്ട്സ് എന്നുള്ളതാണ്. അത് വളരെ ശക്തമാണ്. പക്ഷേ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നുള്ള തരത്തിലേക്ക് അപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കാനുള്ള നിർദ്ദേശം കളക്ടറുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള അനുമതി MLA നൽകുന്നു. എന്നാൽ ഔദ്യോഗിക അനുമതി നിലവിൽ ഈ രക്ഷാദൗത്യത്തിന് ഇല്ല എന്നാണ് ഈശ്വർ മൽപേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം റിസ്കിൽ ഡൈവിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ പോലും സുരക്ഷ അവിടെയുണ്ട് എന്നുള്ളതാണ്. അരുൺ പാറയ്ക്കൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, 4ാം ഘട്ട ഡൈവിൽ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ, അതോ അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടോ? അനുജ, പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഉച്ചയ്ക്ക് തുടങ്ങിയ പരിശോധന ആദ്യം ഈ മൺകൂനിൽ, അതായത് ഈ ശിരൂരിലെ കുന്ന് ഇടിഞ്ഞ് ഈ ഗംഗാവലി പുഴയിൽ രൂപപ്പെട്ട ആ ഒരു തുരുത്തിൽ നിലയുറപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സംഘം പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ 4 ഘട്ടം ഡൈവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹം ആ പരിശോധന തുടരുകയാണ്. നിർണായകമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിലൂടെ, അദ്ദേഹത്തിന്റെ ഒരു ആംഗ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള ആളുകൾക്ക്, രക്ഷാദൗത്യ സംഘത്തിലെ ആളുകൾക്കൊക്കെ അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടാതെ ഒപ്പം തന്നെ വലിയ കമ്പി പോലുള്ള ഒരു പച്ച നിറത്തിലുള്ള ഒരു വസ്തു, അത് ക്രെയിൻ മുഖേന താഴേക്ക്, കരയിൽ നിന്ന് താഴേക്ക് എത്തിച്ചിരുന്നു. അത് എത്തിച്ച് അദ്ദേഹം പരിശോധന നടത്താനുള്ള ശ്രമം ആരംഭിച്ചു. ഈ മണ്ണിനടിയിൽ എവിടെയാണ് ഈ ലോറി കുടുങ്ങിക്കിടക്കുന്നത്, അത് എത്രത്തോളം ആഴത്തിലാണ്, അത് ഏത് ദിശയിലാണ് എന്നതൊക്കെ കണ്ടെത്തണം. അതിന്റെ ക്യാബിന്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് എന്നത് കണ്ടെത്തണം. എന്തായാലും ഈ പരിശോധന നിലവിൽ തുടരുകയാണ്. 8 അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. ഇതുകൂടാതെ ഈ ആർമിയുടെയും നാവികസേനയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഒപ്പം കർണാടക പോലീസിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ കരയിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ കരയിൽ ക്രെയിനും അതുപോലെ തന്നെ ഈ ബൂമും പോലുള്ള യന്ത്രങ്ങൾ, ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങളൊക്കെ തന്നെ കരയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇന്നിപ്പോൾ ഈ ഒരു ആഴത്തിലേക്ക്, നദിയുടെ ആഴത്തിലേക്ക് പോയി ഏതെങ്കിലും രീതിയിൽ ഒരു വസ്തു, അതായത് ലോറി കണ്ടെത്താൻ സാധിച്ചെങ്കിൽ ഒരുപക്ഷെ ലോക്കിട്ടുറപ്പിച്ച് അതിനെ മുകളിലേക്ക് ഉയർത്താനുള്ള, അല്ലെങ്കിൽ അതിനെ മണ്ണിൽ താഴ്ന്നു കിടക്കുന്ന, ആഴത്തിൽ കിടക്കുന്ന വാഹനത്തെ കുറച്ച് അടുത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും സ്കൂബ ബോട്ടുകൾ ഇപ്പോഴും ആ നദിയിൽ, അതായത് ഗംഗാവലിയുടെ ഏകദേശം 250 മീറ്റർ കരയിൽ നിന്ന്, ഇരുകരയിൽ നിന്നും 250 മീറ്റർ അകലെ ഈ നദിയുടെ നടുക്കാണ് ഈ ബോട്ടുകളൊക്കെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. നിരവധി ബോട്ടുകൾ പല സ്ഥലങ്ങളിലേക്കും യാത്രത്തിലേക്ക് പല ബോട്ടുകളുണ്ട്. അത് പല ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 4ാം ഘട്ട ഡൈവിംഗ് നിർണായക വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് അരുൺ പാറയ്ക്കൽ നൽകിയ വിവരം. അരുൺ പൂപ്പറമ്പ് കൂടി തത്സമയ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ലോറി എവിടെയാണ് എന്നുള്ളത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന, മണ്ണും ചെളിയും ഒക്കെ ഉണ്ട്, അതിൽ പൂണ്ട് കിടക്കുകയാണ് ലോറി എന്ന വിവരമാണ് വന്നത്. അത് കണ്ടെത്തുക എന്നുള്ളതും ദുഷ്കരമാണ്. പക്ഷേ അതിൽ നിന്ന് ഇനി പിന്മാറില്ല, അത് കണ്ടെത്തിയിട്ടേ മടങ്ങൂ എന്ന വാശിയിൽ തന്നെയാണ് മൽപയും സംഘവും ഉള്ളത്. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അനുജ, ഇന്ന് ഈ ഈശ്വർ മാൽപയും സംഘവുമായി നമ്മൾ രാവിലെ സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഈ ഗംഗാവലി പുഴയിലെ ദൗത്യം ഏറെ ശ്രമകരമാണ്, അടിയൊഴുക്കും വലിയ തോതിലുണ്ട് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെളിയും മണ്ണും കല്ലും നിറഞ്ഞ അതിൻ്റെ ഈ പുഴയുടെ അടിത്തട്ടിൽ ആ രീതിയിലാണെന്നും അവർക്ക് പ്രാഥമികമായി തന്നെ അവർക്ക് വിവരമുണ്ടായിരുന്നു. പക്ഷേ ഈ ദൗത്യത്തിൽ അവർ എന്തായാലും ഇറങ്ങും എന്നവർ വ്യക്തമാക്കിയിരുന്നു. എത്രയെല്ലാം ശ്രമകരമായാലും അവർ ആ ദൗത്യവുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ ദൗത്യമേഖലയിലേക്ക് പോവുകയും അവർ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. ആദ്യ 3 ഡൈവിംഗ് പൂർത്തീകരിച്ചു. അതിൽ നമുക്ക്
ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ എന്തെങ്കിലും ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അടിയൊഴുക്ക് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ റോപ്പ് കയർ പൊട്ടിപ്പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീടും അദ്ദേഹം ആ ശ്രമം തുടർന്നു. 3 തവണ നിലവിൽ ഡൈവ് ചെയ്തു, തെരച്ചിൽ നടത്തി. എന്നാൽ നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാന്നിധ്യം കണ്ടെത്താനായില്ല. എന്നാൽ അദ്ദേഹം ആ തെരച്ചിൽ നിർത്താൻ തയ്യാറായിട്ടില്ല. അത് തുടരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള അനുമതി നിലവിൽ അദ്ദേഹത്തിനില്ല. എന്നാൽ അദ്ദേഹത്തിന് ചുറ്റും ആ സുരക്ഷാ കവചം തീർത്ത് നേവിയും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള സംഘവും ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും എല്ലാം അതിന് ചുറ്റും കവചം തീർത്ത് ഉണ്ട്. ഏറെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് നിലവിൽ ഷിരൂർ ദൗത്യം പോകുന്നത്. 11 ദിവസം പിന്നിട്ട് 12ാം ദിവസത്തിലെത്തുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു വിവരം പങ്കുവെക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ അരുൺ പാറക്കൽ പങ്കുവച്ചതുപോലെ തന്നെ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നതാണ്. അദ്ദേഹം നിലവിൽ ഇപ്പോഴത്തെ തെരച്ചിൽ രീതി എന്ന് പറയുന്നത്, അദ്ദേഹം ഡൈവ് ചെയ്തതിനു ശേഷം നിലവിൽ അവിടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും ജില്ലാ പോലീസ് മേധാവിക്കൊപ്പമുള്ള സംഘത്തിനോടും ഈ വിവരങ്ങൾ ഉടനടി തന്നെ എത്തി കൈമാറുകയാണ്. അവരുടെ ഈ നിലവിൽ ഉടുപ്പിയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റേഴു പേരും ആ സ്ഥലത്തുണ്ട്. ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് ഇത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഉടൻ തന്നെ ആ വിവരങ്ങൾ കൈമാറുന്നു. നിലവിൽ ആദ്യഘട്ടത്തിൽ കൈമാറിയതനുസരിച്ച് അദ്ദേഹത്തിന് മണ്ണും വലിയ കല്ലുകളുമാണ് ഈ അടിത്തട്ടിൽ കാണാൻ സാധിച്ചതെന്നാണ്. ഈ നിലവിൽ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഡ്രോൺ പരിശോധനയുടെ റിപ്പോർട്ട് രാവിലെയാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറുകയും ജില്ലാ ഭരണകൂടം അത് പുറത്തുവിടുകയും ചെയ്തത്. അതിൽ ഈ സ്പോട്ട് 4 കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഈ ലോഹ സാന്നിധ്യം അല്ലെങ്കിൽ ലോറിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈശ്വർ മാൽപ്പയുടെയും തെരച്ചിൽ ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വകയുള്ള അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാനുള്ള ഒരു ഘടകം അവിടെയുണ്ട്. നിലവിൽ ഈ അടിയൊഴുക്ക് ഇപ്പോഴും 6 നോട്ടിന് മുകളിലാണ് നിലവിലെ അടിയൊഴുക്കുമുള്ളത്. ഈ നിലവിലിപ്പോൾ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. മഴ മാറി നിൽക്കുന്നുണ്ട്. നമുക്ക് തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. പക്ഷേ അത്ര പെട്ടെന്ന് ഈ അടിയൊഴുക്ക് കുറയുന്നൊരു സാഹചര്യം, അങ്ങനെ ഒരു സ്ഥിതിയല്ല ഈ പുഴയുടെ ഗംഗാവലി പുഴയിലുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയൊഴുക്ക് എത്ര ശക്തമായാലും എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാലും അദ്ദേഹം ഈ ശ്രമം തുടരും എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലവും നമുക്കറിയാം. ഇത്തരം പ്രതികൂലമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കടമ്പകൾ അദ്ദേഹം കടന്നിട്ടുള്ളതാണ്. നിരവധി റെസ്ക്യൂ ഓപ്പറേഷനുകൾ അദ്ദേഹം നേരിട്ട് പങ്കെടുത്താണ്. കർണാടകയുടെ വിവിധ മേഖലകളിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ ഈ ഔദ്യോഗികമായിട്ട് തന്നെ ഭരണ സംവിധാനങ്ങൾ ക്ഷണിച്ച് അദ്ദേഹം പോയി അത്തരം റെസ്ക്യൂ ഓപ്പറേഷനുകൾ വിജയിപ്പിച്ചതാണ്. നേരത്തെ രാവിലെ നമ്മോട് സംസാരിച്ച ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ പ്രതികൂലമായിട്ടുള്ള ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ആ രക്ഷാദൗത്യം ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആത്മവിശ്വാസവും പരിചയസമ്പത്തും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 12ാം ദിനത്തിൽ ഒരു രക്ഷകൻ എന്ന രീതിയിൽ അവതരിക്കുകയാണ് ഈശ്വർ മാൽപേ. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ അദ്ദേഹത്തിൻ്റെ 3 ഡൈവുകൾ, അദ്ദേഹത്തിന് ആദ്യത്തെ 3 ശ്രമങ്ങളും ഒരുപക്ഷെ ഈ പുഴയുടെ അടിത്തട്ടിലെ സ്ഥിതി എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് പരിശോധിക്കാനുള്ള അത്തരം ഒരു അനുഭവമായിരിക്കും. പിന്നീട് അദ്ദേഹം കൂടുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം മറ്റു ശ്രമങ്ങൾ, അതായത് 4ാമത്തെ ശ്രമം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള അനുമതി ഇല്ലെങ്കിൽ പോലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചുറ്റും നേവിയുടെ ബോട്ടുകളുണ്ട്, പോലീസ് സംഘമുണ്ട്. ആ പുഴയുടെ കരയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നെത്തിയ MLA-മാരുണ്ട്. അത്തരത്തിൽ വലിയ സംഘം അവിടെ വളരെ ആകാംക്ഷയോടെ ഉദ്വേഗജനകമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.